ശബരിമല പോകുമ്പോൾ കേസും പാലും കൂടിയ രാത്രി ഉറക്കപ്പെട്ട് കേൾക്കുന്നു. നമ്മുടെ ആണല്ലോ എന്നുള്ളൊരു സന്തോഷം. അമ്മൂമ്മയുടെ അമ്മ തന്നെ എഴുതിയെന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താണ്? ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല, കൊല്ലപ്പഴക്കമുണ്ട്. എങ്കിലും ഏകദേശം എത്ര വർഷത്തെ? 89 ഞാൻ കൊല്ലവർഷം 89 കൊല്ലത്തിൻ്റെ പഴക്കം. അത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. വേണോ കാണണോ? അതാണ് ജനം എഴുതിയൊന്നും. ഇത് ഈ അമ്മൂമ്മയുടെ അച്ഛനാണോ കൊടുത്തത് അമ്മയ്ക്ക്? അമ്മൂമ്മയ്ക്ക് അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ശബരിമലയിലെ വലിയ വെളിച്ചപ്പാടെന്ന് പറയും. അമ്മ വെളിച്ചപ്പാട് തുള്ളുന്ന വെളിച്ചപ്പാടല്ല, കാര്യങ്ങൾ ഇരുന്ന് പറയുന്ന ആളാണ്. കാര്യങ്ങൾ ഇരുന്ന് പറയുന്ന ആളാണ്. ഇന്ന പോലെ ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിക്കും. അങ്ങനെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണോ കൊടുത്തത്? അമ്മ എഴുതി കൊടുത്ത അച്ഛൻ എഴുതി കൊടുത്തത്. സ്ത്രീകൾ കയറൂല. അമ്മയ്ക്കൊന്ന് 30 വയസ്സേ ഉള്ളൂ. പ്രത്യേകിച്ച് പറഞ്ഞാൽ അത് പേരൊന്നും വെച്ചില്ല. പേര് വെച്ചിട്ടില്ല. അത് തന്നെ ഭഗവാൻ എങ്ങനെയാണ് അത് കാണിക്കുക? ഭഗവാൻ സമർപ്പിച്ചതാണ്. അത് നമുക്ക് എഴുതിയേ ഉള്ള ആഗ്രഹം. കൊല്ലപ്പഴക്കമുണ്ടെന്ന് അമ്മ എഴുതിയതാണ്. അല്ല നമുക്കൊന്നും അതിൽ കിട്ടണ്ട. ഒരു കുഴപ്പമില്ല. അമ്മയുടെ അമ്മ വേറെ പുസ്തകം എഴുതിയിട്ടുണ്ടോ? അമ്മ എഴുതിയിട്ടുണ്ട്. കവിത എഴുതിയിട്ടുണ്ട്. ഈ എൻ്റെ മകന് പറ്റി തന്നെ ഹരിക്ക് എഴുത്ത് എഴുതിയിട്ടുണ്ട് അമ്മ കവിതയിൽ. കൊച്ചായിരുന്നു അവൻ. ഹരിയുടെ ഹരി കുമാരക മമാമകേനി വിവരങ്ങളൊന്നും അറിയാതമ്മ പരിതാപം കൊണ്ടു വസിച്ചിടുന്നു. പരിഹരമതിനുടന ചെയ്യണേ ശ്രീയഭിരാമമാം നെഞ്ചിരികളും വിലാസഭംഗിയും കളികളുമല്ല മമ മനതരിൽ മറയാതെ നിൽക്കൂ മകനെ നീയെന്നും സുഖമായി വാഴുക. അങ്ങനെ എഴുതി കുറെ. ഗുരുവായൂരപ്പൻ കൃപാകടാക്ഷത്താൽ നിനക്കും അമ്മയ്ക്കും തവാജനകനും സുഖമെന്നു നിനച്ചൊരായിരം ഉമ്മ തരുന്നു ഞാനെൻ്റെ അരുമ കൺമണി എന്നും പറഞ്ഞിട്ട് പറയാം. ഹരിവരാസനം എന്നുള്ള പാട്ട് ഈ അമ്മൂമ്മയാണ് എഴുതിയത്. അമ്മയുടെ അമ്മയാണ് എഴുതിയെന്നുള്ളത് എത്ര വർഷം മുമ്പേ അറിയായിരുന്നു ഇവിടെ ഉള്ളവർ? ഇവിടെ ഉള്ളവർക്കോ അതോ അമ്മയ്ക്കോ? അല്ലാതെ ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരുന്നു അത്? ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ അറിയാൻ പാടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബുക്കൊക്കെ കാണിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ആരും അതിൽ താല്പര്യപ്പെട്ടു വരുന്നില്ലല്ലോ. കുറെ പാടുണ്ടല്ലോ തിരക്കാൻ. അതാണ്. അല്ല, ഇതെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു എന്തെങ്കിലും? ഇല്ല, ഒരാളുടെ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെടുവോന്ന് അറിയാൻ പാടില്ല. അപ്പൊ പറഞ്ഞു ഈ സത്രമൊക്കെ കഴിച്ചിട്ട് ഞാൻ പോകാം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രമിച്ചിട്ടില്ല. ഇല്ല മോനെ, ഈ കുട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊരു ചേച്ചിയുടെ മകനുണ്ട്. അവനൊന്നും അധികം വലിയ താല്പര്യമില്ല, പുറകെ നടക്കാനില്ല പറ്റാൻ. ഇതിനെപ്പോലെ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇത് അമ്മയുടെ മകനെന്ന് വെച്ചാൽ എല്ലാമായിരുന്നു മോഹൻ്റെ അച്ഛന്. അമ്മയെന്ന് വെച്ചാൽ മോഹൻ്റെ അച്ഛന് അങ്ങനെ ആയിരുന്നു. അതാണ് അതിൻ്റെ ആഗ്രഹം. അമ്മൂമ്മയുടെ അമ്മയ്ക്ക് സംസ്കൃതത്തിലൊക്കെ എങ്ങനെയാണ് ഇത്രത്തോളം അറിവ്? അച്ഛൻ പഠിപ്പിച്ചതാണ് സംസ്കൃതമൊക്കെ. വെളിച്ചപ്പാടായിരുന്നല്ലോ. പിന്നെ വെളിച്ചപ്പാടെന്ന് വെച്ചാൽ തുള്ളുന്ന വെളിച്ചപ്പാടല്ല മനെ. ഇന്നത്തെ വെളിച്ചപ്പാട് പൂജാതി കർമ്മവും കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും. അങ്ങനെയാണ്. ഇന്ന പോലെ ഇന്നടത്ത് ഇന്ന അപകടം ഉണ്ടാകും. അപ്പൊ അയ്യപ്പ സേവാശ്രമക്കാർ അവിടെ എത്തിയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകും. പുലിയും ഒക്കെ ഉള്ള കാലമല്ലേ അന്ന്. അമ്മയെ 4 വയസ്സ് മുതൽ അമ്മ അച്ഛൻ ശബരിമല കൊണ്ടുപോകുമായിരുന്നു. കൊണ്ട് അവിടെ നിർത്തുകയുള്ളൂ. പിന്നെ അച്ഛൻ ആ കാര്യം അറിയില്ല.
മറ്റുള്ളവരെ അമ്മയും നോക്കിക്കോളെ. അമ്മയും ചീത്ത മാറുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ എപ്പോഴും ഇങ്ങനെ കർപ്പൂരത്തിന്റെ മണമാണ് അച്ഛന് എന്നാ പറയുന്നത്. എല്ലാരും അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ട് ചട്ടമ്പിക്കാണിയാണോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല ഇത് ഏകദേശം എത്ര വർഷങ്ങൾക്ക് 89 വർഷം മുമ്പാണ് കൊടുത്തത്. 89 വർഷം മുമ്പ് ആനന്ദേശ്വര ക്ഷേത്രത്തില് നമ്മൾ അല്ല അവിടുന്ന് പോയി ശബരിമല നടക്കെ തന്നെ വെച്ചു. ശരിയാണ്. അച്ഛനാ കൊണ്ടുവച്ചു ഒന്നിടച്ച്. അമ്മ ഒരുപാട് ജ്യോതിഷവും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടാലും നല്ല ഇതായിരുന്നു, ബ്രഹ്മത്വം ഉണ്ടായിരുന്നു. ഞങ്ങളെപ്പോലൊന്നുമല്ല. പിന്നെ അതുപോലെ അമ്മ സ്കൂളിലൊക്കെ ചേച്ചിമാരൊക്കെ ചേട്ടന്മാരും ഒക്കെ സ്കൂളിൽ പോകുമ്പം അന്ന് പണ്ട് രാജപ്രമുഖന മഹാരാജാവ് ചിത്രരചനകളൊക്കെ വന്നപ്പോൾ അമ്മ അദ്ദേഹത്തെ പറ്റി കവിത എഴുതിയിട്ടുണ്ടെന്ന് പറയും. അമ്മൂമ്മ എഴുതിയതൊക്കെ ഇപ്പോഴൊന്നും കണ്ടെത്താനുള്ള എൻ്റെ ഒന്നുമില്ല. അമ്മൂമ്മ എഴുതിയൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നീലകണ്ഠസ്തവം അല്ല മണികണ്ഠസ്തവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കയ്യിലുണ്ടോന്ന് എന്നോട് ഈ ഗോപകുമാർ ചോദിച്ചത്. ഇപ്പഴും ഫോൺ വിളിച്ച പുള്ളി സംസാരിക്കും. ഹരിവരാസനം ശബരിമലയൊക്കെ വ്യാപിപ്പിച്ചത് അന്നത്തെ അയ്യപ്പ ഭക്തന്മാർ. അതിന്റെ ഒരു ചരിത്രം എന്ന് പറയാമോ? അത് നമ്മുടെ വീട്ടിൽ വന്ന് എവിടെയാണ് സ്ഥലം? തോട്ടപ്പള്ളി പുറക്കാട്. അപ്പം റോഡ് നടുക്കല്ലേ, കടല് പടിഞ്ഞാറ് സൈഡിലും വീട് കിഴക്കേ സൈഡിലുമാണ്. അപ്പം അങ്ങ് നടന്നു പോകുന്ന നമുക്ക് നമ്മുടെ വീട്ടിൽ വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പോരപ്പുഴയിലെ കഞ്ഞി വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഞ്ഞി വെച്ച് എന്തെങ്കിലും പുളിച്ചൊക്കെ കൂട്ടി കഞ്ഞിയും കുടിച്ച് ഈ പാട്ടിങ്ങനെ പാടി ഭജന ചൊല്ലും അമ്പലത്തിൽ. ഒരമ്പലത്തിൽ കയറിയാണല്ലോ. അങ്ങനെയാണ് വീട്ടിൽ അമ്പലത്തിൽ ആനന്ദേശ്വരത്തിലൊക്കെ പാട്ടും പാടി അത് നടന്നല്ലേ പോകണം. അമ്മൂമ്മക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ പാട്ട് ചൊല്ലാൻ തുടങ്ങി ഹരിവരാസനം? എനിക്കോ? ഞാൻ കാണാപ്പാടൊന്നും മുഴുവനും അറിഞ്ഞൂടാ. എന്നാലും 10-15 വയസ്സ് മുതലൊക്കെ പാടിയിട്ടുണ്ട്. 10-65 വർഷം മുമ്പ്. എനിക്ക് 70 വയസ്സായിട്ടുണ്ട്. ഓ ശരി. 50 വർഷം മുമ്പ് മുതലേ തന്നെ അമ്മ പാടാൻ തുടങ്ങി. കുഞ്ഞു പാടുമല്ലോ ഹരിവരാസനം കുറച്ചെങ്കിലും ഒക്കെ ആയിട്ട്. പേശ്വാസിന്റെ കുഞ്ഞാണ്ടല്ലോ ജയൻ ഹരിവരാസനം ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് അറിയാം ആരോ നല്ലത് എഴുതിയതാണെന്ന് അറിയാം. അതൊന്നും പുള്ളിക്ക് പറഞ്ഞത്. ദൈവം ഉണ്ടെങ്കിൽ താരത്തെ കാണിച്ചു തരും. ഇതിപ്പം അമ്മൂമ്മയുടെ അമ്മ എഴുതിയെന്നാണ് ആരെഴുതിയെന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ഞങ്ങളുടെ അമ്മ എഴുതിയതാണ് ഞങ്ങളെപ്പോഴും പറയുന്നത്. അമ്മൂമ്മയുടെ അമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ ഇങ്ങനെ കുടുംബ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലേ. ഇന്ന് അതിനെപ്പറ്റി അറിയാനുള്ള കാലമുണ്ട്, സമയമുണ്ട്. അതെല്ലാം ഇവിടെ ഈ പാട്ടിന്റെ കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത് കമ്പക്കുടി കുളത്തൂർ മണിയർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ പേരിലാണ്. അത് തന്നെ അദ്ദേഹം എഴുതിയെന്നാണല്ലോ പറയപ്പെടുന്നത്. അത് 40 കൊല്ലത്തിന്റെ പഴക്കങ്ങാണ്ടാ പറയുന്നത്. ഇത് 1953 ഇയാളാണ് ആദ്യമായിട്ട് പാടിയതെന്നാണ്, പ്രത്യേകിച്ച് ശബരിമല പാടിയതെന്നാണ് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ അവകാശവാദം. ഔദ്യോഗിക ഭാഷ അതാണ്. 53 വിമോചനാനന്ദ സ്വാമികളാണ് പാടുന്നത്. അപ്പോൾ അവർ പറയുന്ന അവരുടെ കണക്ക് അനുസരിച്ച് ഇപ്പോൾ 60 വർഷത്തിനോടടുത്ത പഴക്കമോ ഈ പാട്ടിനുള്ളത്. അമ്മൂമ്മ പറയുന്നത് 89 വർഷത്തെ പഴക്കമുണ്ടെന്നാണ്. അമ്മയ്ക്ക് 30 വയസ്സുള്ളപ്പോഴാ എഴുതിയെന്നൊക്കെ പറഞ്ഞു. അയ്യപ്പൻ്റെ പേരില്ലേ? മരിച്ചു. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ മരിച്ചു. 61 നവംബർ 25 അമ്മയുടെ ഒരു ആഗ്രഹം എന്താണ് ഇപ്പം? ആഗ്രഹമാണ് ഞങ്ങളുടെ അമ്മ എഴുതിയതാണെന്നും കൊല്ലപ്പഴക്കം ഉണ്ടെന്നും അറിയണം. അത്രേ ഉള്ളൂ.
നമുക്കൊന്നും ആരും തരണ്ട, ആഗ്രഹവുമില്ല. 40 കൊല്ലമല്ല 50 കൊല്ലമല്ല പഴക്കം എന്നാണ്. ഉമ്മയുടെ വർത്തമാനത്ത് 89 വർഷം പഴക്കമുണ്ടല്ലേ? 30 1923 ഡയറിയുടെ കുറച്ച് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.